ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ബാക്കിലിരിക്കുന്ന ഒരു ഗോട്ടല്ലേ, അതിന് വേണ്ടിയിട്ടൊരു കൂട് ഉണ്ടാക്കണം. അതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ളൊരു പരിപാടി. ആൻഡ് ഓൾസോ എനിക്കൊരു സ്റ്റാർട്ടർ ഹൗസ് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറേജ് റൂം അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വലിയ റൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മൈൻഡിലുള്ളത്. അത് എവിടെ പണിയുമെന്ന് കുറേ ഇങ്ങനെ തിങ്ക് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു പാണ്ട ഹൗസ് അല്ലെങ്കിൽ പാണ്ട കേജിൻ്റെയും ആ ഒരു പുലീൻ്റെ കേജിൻ്റെയും ഇടയ്ക്കുള്ള ഇവിടെയായിട്ട് ഞാൻ ഇങ്ങനൊരു പാത്ത് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ റൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ആ ഒരു കൂട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു റൗണ്ട് ഉണ്ടാക്കണം. സോ ഐ എം ഗോയിങ് ടു മേക്കിംഗ്, എനിക്കറിയില്ല എത്ര ഞാൻ റൗണ്ട് ചെയ്തിട്ടും ഓഞ്ഞൊക്കെ പോവാണ്. സോ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ റൗണ്ട് സെറ്റ് ചെയ്താൽ ഇങ്ങനെയാണ് നമ്മുടെ റൗണ്ട് ഉള്ളത്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് അടച്ചു കൂട്ടണം, കാരണം അത് ഗോട്ട് ആയതുകൊണ്ട് തന്നെ പറന്നു പോകാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. സോ നമുക്ക് ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ളൊരു സാധനം വേണം ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ വാളെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒരു ഇതാക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ഒരു കളർ ഫെൻസ് എടുത്തിട്ടാണ് ബാക്കി ഫില്ല് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം എന്താ. സോ ഇനി നമുക്ക് ഈ ഒരു ആടിനെയും, രണ്ടാടുണ്ട് കേട്ടോ, രണ്ടെണ്ണത്തിനെയും ആ ഒരു ഇതിനകത്ത് കൂട്ടി കൊണ്ടിടണം. അപ്പോൾ ഞാൻ കൂട് ഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആടിനെ കൊണ്ടുപോയിടാം കേട്ടോ. ഞാൻ ആദ്യം ഇതുപോലെ രണ്ടെണ്ണം വെച്ചിട്ടുള്ളത്, എനിക്കറിയില്ല, ചിലപ്പോൾ ഇതിലേക്കൂടെ പറന്നു പോകാൻ ചാൻസസ് ഉണ്ട്. ഇത് എന്തോരം ഹൈറ്റിൽ ചാടും എന്ന് ഞാനിതുവരെ കണ്ടിട്ടില്ല. സോ ഞാൻ എന്തായാലും നോക്കാം. അപ്പോൾ ഒന്ന് മാറൂ അങ്ങോട്ട് നീങ്ങി നിൽക്കും. ഇച്ചിരി അങ്ങോട്ട് നീങ്ങി നിന്നാലും നമുക്ക് ആ ഒരു ബ്ലോക്ക് വെച്ചിട്ടാകുമ്പോൾ ആ കൂട്ടിലോട്ട് കയറ്റാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെക്കുക, എന്നിട്ട് നമുക്ക് കയറിപ്പോവാം. അപ്പോൾ അതാ മറ്റവനും കയറി വരാനുള്ളതാണ്. കയറി ഇങ്ങോട്ട് വരൂ. ഓക്കെ. അപ്പോൾ അവന് കൂട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കയറ് അഴിച്ചിടാം. എന്നിട്ട് ഒരാളും കൂടെ ഉണ്ടല്ലോ, അതിനും കൂടെ കൊണ്ടുവരാം. ഇനി ഒരാളും കൂടെ ഉണ്ട്, സോ അതിനെയും കൂടെ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ അവൻ ഇവിടെയാണുള്ളത്. ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഐ തിങ്ക് ഇത് എയറിലാണെന്ന് തോന്നുന്നു ഗൈസ്. അതായത് വലിച്ചു കഴിഞ്ഞാൽ വരുമോ, എന്തെങ്കിലും ഗ്ലച്ച്. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇവൻ എങ്ങനെയോ താഴെ ചാടിയതാണ്. സോ ഞാൻ ഇവിടെ ഒന്ന് കുഴിച്ചിട്ട് നോക്കാം. കണ്ടോ? ഇനി ഇതെല്ലാം പൊട്ടിച്ച് ഞാൻ എങ്ങനെയും ഇതിനെ മേപ്പോട്ട് എടുക്കാൻ നോക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് നോക്കാം. അയ്യോ, ഞാൻ താഴെ പോയി ഗൈസ്. എന്ത് ചെയ്യാനാണ് എനിക്കറിയില്ല ഗൈസ്. ഞാൻ ഈ വലിയ കാര്യത്തിന് മറ്റേനെ കൊണ്ടുവന്നിട്ട് കൂടുതലിടാൻ നോക്കിയതാണ്. ഇത് മറ്റേനല്ല, ഇത് വേറെ ഒരെണ്ണത്തിനെ കിട്ടിയതാണ് കേട്ടോ മൈൻഡ് ചെയ്തപ്പോൾ. അപ്പോൾ നോക്കിയപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ കൊണ്ടിട്ടവനെ കാണുന്നില്ല. ഐ തിങ്ക് ഈ രണ്ട് വാളല്ലേ ഉള്ളൂ ഹൈറ്റ്. അപ്പോൾ അതിനെയും കൂട്ടണം തോന്നുന്നു. സോ ഞാൻ എങ്ങനെയുള്ളത് കൂട്ടാൻ നോക്കാം, അല്ലെങ്കിൽ ഇവനും പോവും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് അഴിച്ചു വിട്ടിരിക്കാം. പോവാനാണെങ്കിൽ പൊക്കോട്ടെ അല്ലേ, അഴിച്ചു വിട്ടിരിക്കാം. സോ നമുക്ക് ഇനി ഇവിടുത്തെ എല്ലാം പൊട്ടിച്ച് നമുക്ക് വേറൊരെണ്ണം കണ്ടുപിടിക്കാം കേട്ടോ. ആരാത്? അവനല്ലേ മറ്റവൻ. ഓക്കെ. അപ്പോൾ അവൻ പറഞ്ഞത് ആ കൂട്ടിപ്പോയി കിടക്കണം കേട്ടോ. സന്തോഷം. അപ്പോൾ ഇനി നമുക്ക് അവനെ പിടിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 3 ആക്കിയിട്ടുണ്ട് ബ്ലോക്ക്. രണ്ടെണ്ണത്തിനകത്ത് കൊണ്ടിട്ടിട്ടുമുണ്ട്. ഇനി ഇതെല്ലാം പറന്ന് പോയാൽ ഞാൻ പിന്നെ പറയുന്നില്ല. സോ ഓക്കെ, ഇനി നമുക്ക് എന്തായാലും വേറെ പണിയിലേക്ക് പോകാം. എനിക്കിനി എൻ്റെ ബിൽഡിൻ്റെ എനിക്കൊരു ഹൗസ് പണിയണമല്ലോ. അതിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് അതിനേക്കുള്ള ആവശ്യമുള്ള മാറ്റീരിയൽസ് അതിൻ്റെ പേര് സാധന സാമഗ്രികൾ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ മാപ്പിൻ്റെ ലുക്ക് വരുന്നത്. അതുപോലെ നമുക്ക് പുതിയൊരു പെറ്റിനെ കിട്ടി ഗൈസ്. ഇതാണ് ആ പെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിനെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് വേണ്ടി ഒരു കൂട് ഉണ്ടാക്കാം. ഇത് ശരിക്കും ഒരു സൂ പോലെ ആയി വരുന്നുണ്ട്, പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല. സോ ഇവിടെ ആയിട്ടാണ് നമ്മൾ എൻ്റെ ആ ഒരു ഹൗസ് പണിയാനുള്ള റൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ചെറിയ റൗണ്ടേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ
ഞാൻ വിചാരിക്കുന്നത് നോക്കട്ടെ, നല്ലൊരു സ്പേസ് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് ഒരു ഇച്ചിരി തുമ്പ് നമ്മൾ ആ ഒരു ആടിൻ്റെ കൂട് പണിയില്ലേ, അതുപോലെ ഇച്ചിരി ഒരു പാലം പോലൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എന്താണ് റൗണ്ട് പണിയാം. അപ്പോൾ അത്യാവശ്യം കൂടുതൽ വലിയ റൗണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഇത് റൗണ്ട് മാത്രമേ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി പരിപാടിയൊക്കെ ഇനി അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. ഗായ്സ്, ഈ സാധനം വീണ്ടും പറഞ്ഞ് വേറൊരു കൂട്ടി പോയി കിടന്ന് ഗൈസ്. ഇത്രയും ഹൈറ്റിൽ പണിഞ്ഞിട്ടും ഒരു കാര്യമില്ല. സോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഇനി ഇവർക്ക് വേണ്ടി അല്ലാതെ വേറെ ആർക്കെങ്കിലും വേണ്ടി ഒരു കൂട് മാറ്റാൻ പോവാണ്. അതുകൊണ്ട് ഞാൻ അക്രൂരഹത്യം ചെയ്യാൻ പോവാണ്. സോറി. ഫൈനലി നമ്മുടെ റൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ്ടാക്കിയാണ് ഈ റൗണ്ട് സെറ്റ് ചെയ്തെടുത്തത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്നാലും നോക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഞാനത് പെർഫെക്റ്റ് ആക്കി എടുക്കാം നമ്മുടെ വീടൊക്കെ പണിയുമ്പോൾ. സോ ആ ഒരു കാര്യം സെറ്റായി. പിന്നെ ആ ഒരു കൂട്ടിലിപ്പോൾ ഒന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ, ഏതെങ്കിലും പെറ്റിനെ കിട്ടുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ കുറേ ലോങ് വീഡിയോ ഒന്നും ഇടാനുള്ള ടൈം കിട്ടുന്നില്ല ഗൈസ്. സ്കൂളൊക്കെ ഓപ്പൺ ആവാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ടൈം കിട്ടുന്നില്ല. സോ അതുകൊണ്ടാണ് വലിയ വലിയ ബിൽഡൊക്കെ ആഡ് ചെയ്യാത്തത്. സോ ഇഷ്ടപ്പെട്ട എന്നാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാതെ വരേക്കും ബൈ ബൈ.